ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു ക്രിസ്തുമസ് കൂടി വീണ്ടും ആഗതമാവുകയാണ്. ഉണ്ണിയേശുവിനെ വരവേൽക്കാനൊരുങ്ങുന്ന പുണ്യം പൂക്കുന്ന നാളുകളിലാണ് നാം ഓരോരുത്തരും. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം നമ്മുടെ മനസ്സുകളിൽ നിറയുന്നില്ലേ? മഞ്ഞു പുതച്ച പ്രഭാതവും നിലാവ് പൂക്കുന്ന രാത്രികളും നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മുന്ന ആകാശവിധാനവും പുൽക്കൂടും പുൽക്കൂടിൽ ശയിക്കുന്ന ഉണ്ണിയേശുവും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടിന് മുകളിൽ പറന്നിറങ്ങി നിൽക്കുന്ന മാലാഖയും, അങ്ങനെ സ്വർഗം മഞ്ഞിലിറങ്ങുന്ന നാളുകൾ, മാലാഖമാരുടെ ഗീതികൾ ഉയരുന്ന രാവുകൾ. പുൽക്കൂടിനേക്കാൾ മനോഹരമായ, നമ്മെ അതിശയിപ്പിക്കുന്ന വേറെ ഏത് കാഴ്ചയാണുള്ളത്? ദൈവപുത്രൻ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറം സ്വർഗം വിട്ട് മഞ്ഞിലിറങ്ങി ഒരു കുഞ്ഞു ശിശുവായി പുൽക്കൂട്ടിൽ ശയിക്കുന്നു. നിസ്വാർത്ഥമായ സ്നേഹം, അതൊന്നു മാത്രമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം. ആണ്ടുവട്ടത്തിലെ ആഗമനകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വചനഭാഗങ്ങളാണ് തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്നത്. അവിടെ ഈ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ നിറകുടമായ ഉത്തമ മാതൃകയായ പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ അമ്മയുടെ ആത്മാർപ്പണത്തിൻ്റെ സ്തോത്രഗീതത്തെയും നമുക്ക് കാണാം. പരിശുദ്ധ അമ്മ, വചനം മാംസം ധരിക്കുവാൻ സമ്മതം കൊടുത്ത വാഗ്ദാന പേടകം, പുലർക്കാല താരകമാണവൾ, ഉഷകാല നക്ഷത്രം, ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തെളിച്ചമേകുന്ന താരകം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കാ സുവിശേഷം വിവരിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ ഏറെ മനോഹരമായൊരു വചനഭാഗമുണ്ട്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തുമസ് ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ തിരുനാളാണത്, പ്രത്യാശയുടെ തിരുനാൾ. ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഭൂമിയിൽ അവതരിക്കാൻ ഇടയായത് പരിശുദ്ധ അമ്മയുടെ ആത്മാർപ്പണം ഒന്നുകൊണ്ട് മാത്രമാണ്. ആത്മാർപ്പണമുള്ളിടത്തെ സദ്വാർത്തയാകുവാനും അത് ഏകുവാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉണ്ണിയേശുവിൻ്റെ ജനനചരിത്രം മുഴുവൻ ആത്മാർപ്പണം ചെയ്തവരുടെ ജീവിതങ്ങളാണ്. മംഗളവാർത്ത അറിയിച്ച മാലാഖയോട് ആമേൻ പറഞ്ഞ് ആത്മാർപ്പണം ചെയ്ത നമ്മുടെ പരിശുദ്ധ അമ്മ, ഗർഭിണിയായ മറിയത്തെ സ്വീകരിക്കുവാൻ സന്മനസ്സു കാണിച്ച വിശുദ്ധ യൗസേപ്പ്, രക്ഷകന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന സ്നാപകന് വേണ്ടി ഏറെ നാളുകൾ ക്ഷമാപൂർവം പ്രാർത്ഥനയോടെ കാത്തിരുന്ന സക്കറിയ എലിസബത്ത് ദമ്പതികൾ, പകലന്തിയോളം പണിയെടുത്ത് തളർന്നുറങ്ങി കിടക്കുന്ന നേരം മാലാഖ വന്ന് സദ്വാർത്ത അറിയിച്ചപ്പോൾ ആ സദ്വാർത്തയോട് സഹകരിച്ച പാവം ആട്ടിടയർ, നക്ഷത്രം തെളിച്ച വീതിയിലൂടെ ഒരുമയോടെ ഒരുമിച്ച് നടന്നു നീങ്ങിയ പൂജരാജാക്കന്മാർ, ഇവരെല്ലാവരും തന്നെ ആത്മാർപ്പണത്തിൻ്റെ, ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞതിൻ്റെ ജീവിതങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതങ്ങളിലൂടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത പകരുവാൻ അവർക്ക് സാധിച്ചു. രക്ഷാകര ചരിത്രം ഈ 2024 എത്തി നിൽക്കുമ്പോൾ അന്നും ഇന്നും എന്നും ക്രിസ്തുമസ് ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി നിലകൊള്ളുന്നത് അനേകരുടെ ആത്മാർപ്പണത്തിൻ്റെ, ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞതിൻ്റെ അടയാളമാണ്. സഹോദരങ്ങളെ, സദ്വാർത്ത കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും ഏറെ താല്പര്യമാണ്. പക്ഷേ സദ്വാർത്ത ആകുവാൻ അത്രമേൽ താല്പര്യം നമുക്ക് ആർക്കുമില്ല. കാരണം സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ആത്മാർപ്പണത്തിൻ്റെ ബലിവേദിയിൽ നിരന്തരം പൊടിയുന്നവർക്ക് മാത്രമേ സദ്വാർത്ത ആകുവാനും ഏകുവാനും സാധിക്കുകയുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്. കാലിത്തൊഴുത്തിൽ അവതരിച്ച സദ്വാർത്ത കാൽവരിയിൽ 3 ആണികളിൽ മേൽ പൂർത്തീകരിച്ച് ഇന്ന് നിത്യജീവന്റെ സദ്വാർത്തയായി ദിവ്യകാരുണ്യമായി
അവൻ നമ്മോടൊത്ത് വസിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമൊക്കെ സദ്വാർത്തയാകണമെങ്കിൽ അവനെപ്പോലെ ഒരു കാലിത്തൊഴുത്തും ഒരു കാൽവരിയും എന്നും സ്വന്തമായി കൂട്ടിനുണ്ടാകണം. ക്രിസ്തുവിനെ പോലെ, പരിശുദ്ധ മറിയത്തെപ്പോലെ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി നമ്മുടെ ഈ ലോകജീവിതം പൂർത്തീകരിക്കണമെങ്കിൽ നിന്ദനങ്ങളും ശൂന്യവൽക്കരണവും സഹനങ്ങളും ത്യാഗങ്ങളും ആത്മാർപ്പണവും എന്നു വേണ്ട അവന് ലഭ്യമായതെല്ലാം നമുക്കും ലഭ്യമാകണം. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം ജീവിതം സമ്മാനിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ആമേൻ പറയാൻ നമുക്ക് കഴിയണം. ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ, കാരുണ്യത്തിൻ്റെ വാക്കുകളിലൂടെ, സാന്ത്വനത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലൂടെ ഓരോ നിമിഷവും അവൻ നിന്നിലൂടെ പിറന്നു വീഴുമ്പോൾ നീ അവന് വേണ്ടി ഒരു സദ്വാർത്തയായി മാറുകയാണ്. നിത്യതയുടെ കണ്ണുകളിലൂടെ, ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ എല്ലാവരെയും, എല്ലാ അനുഭവങ്ങളെയും നോക്കിക്കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഈ ക്രിസ്തുമസ് നാളിൽ രക്ഷയുടെ ആഹ്ലാദം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ഈ ആഹ്ലാദ നിറവിൽ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി നീ ഒരു സദ്വാർത്തയാകാൻ നിന്റെ ഹൃദയ വീട്ടിൽ ഒരു വെളിച്ചം ഇനി പിറക്കട്ടെ. സദ്വാർത്തയുടെ കുഞ്ഞു നക്ഷത്രങ്ങൾ നിന്നിൽ തെളിയട്ടെ. ആ തെളിച്ചത്തിൽ അനേകർ നിന്നിലെ സദ്വാർത്ത അനുഭവിക്കട്ടെ. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ആമേൻ.